കർക്കിടകം രാശി പരദേവതകൾ അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികളില്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? ജസ്റ്റ് എ മിനിറ്റ്. അപ്പോ തറവാട് പൊളിച്ചു നീക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാദികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിളയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണൊരു പോംവഴി? എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആൾറൂം ഉണ്ടാക്കി ആത്മാക്കൾ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ അതെ. ഒരു കാര്യം ചെയ്യാം. പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അതിപ്പോ എന്നാ ഗണപതി ഹോമത്തിനും മറ്റും ഒരുക്കേണ്ടുന്ന സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല എന്ന്. ഇയാൾ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അല്പന ചന്തുവായാലും കിന്തുവായാലും വീട് വിൽക്കുന്നില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും പറയണ്ട. എന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ്. അറിയാമല്ലോ. നല്ല പാർട്ടിയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ശരി, കോൺഗ്രസ് പാർട്ടിയായാലും ശരി, ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല. ആ പാർട്ടി അല്ല. പിന്നെ നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചൻ വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. തല പോയാലും പിള്ളേച്ചൻ വാക്ക് മാറില്ല. വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ഇത് ഹിന്ദു അല്ല, അസല് ക്രിസ്ത്യാനിയാ. താനെന്റെ ബലഹീനത്തിൽ തന്നെ കയറി പിടിച്ചു കളഞ്ഞല്ലോടോ പണിക്കരെ. ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ശരി, ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരാ, താൻ അകമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കടോ. ചെന്നാട്ടെ ചെന്നാട്ടെ. ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ? കാറ് കണ്ടു കാണും. പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാനൊന്ന് കുഴിഞ്ഞോ. ആരാ, എന്താ, എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല. വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയിൽ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കടോ. ഇത് മിക്കവാറും നടക്കണം. പാട് കുറെ പെട്ട എന്റെ പിള്ളേച്ചാ. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. മനസ്സിലായി. എന്താ എന്താ വീട് നോക്കാൻ വന്നതാ? ഓർക്കാപ്പുറത്തൊരു ഭൂതത്തിനെ കണ്ടാ പേടിച്ചു പോവില്ലേ? പോരാത്തതിന് ഈ വീട്ടിലാണെങ്കിൽ അന്യരാദ്യമായിട്ട് അകത്ത് കയറുന്ന, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, എന്റെ അമ്മ അല്ല, മോള്. എന്താ അമ്മേ, ഒരു നിലവിളി കേട്ടല്ലോ. ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ. ഒരു മനുഷ്യനെ അവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നേരാ, ഇതുവരെ ഞാൻ നിങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയമല്ല, ഭയങ്കര തമാശക്കാരിയാ. തമാശ കുടുംബം.
ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ? അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോകാം. ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പൻ മതിലയാടുന്നു, അത്രേ ഉള്ളൂ സംഭവം. എങ്കിൽ പിന്നെ പൗലോച്ച മുതലാളി എന്നെ ഒരു മതിപ്പൂരാണ് പറഞ്ഞാട്ടെ. വേഗം പറഞ്ഞാട്ടെ. എന്തുവാ 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 കാര്യം? ഇവിടെ നിന്ന് വശപ്പശയായിട്ടൊരു നിലവിളി കേട്ടെന്ന് അബൂട്ടി പറഞ്ഞു. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അബൂട്ടി കേട്ടതല്ലേ? ചേട്ടാ, ഇതെന്തൊരു ഗ്രഹപ്പഴ അല്ലേ? സഹായം വല്ലതും വേണമെങ്കിൽ അറിയിക്കാം, അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എന്റെ മുതലാളിയുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ? മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് മുതലാളി. ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായതുകൊണ്ട്. അയ്യോ, ഈ വീട്ടിന് എന്താ ഒരു കുഴപ്പം? അത് ഈ വീട്ടിലെ അതെ, ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം അല്ലേ ചന്തു? പിന്നെ ഇതേതാ ഈ മീശപ്രതി? ഏതായാലും നാളെയോ മറ്റോ കെട്ടിയോളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം. അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ പൗലോച്ച? അതാ നല്ലത്. പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ഈ കച്ചവടത്തില് ഇടനിലക്കാര് വേണ്ട. കാശിന്റെ കാര്യത്തില് എന്ത് നീക്കുപോക്ക് വേണമെങ്കിലും പിള്ളേറ്റം ചെയ്തു തരും. കച്ചവടം ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാ മതി. കല്ലല്ലേ ഇത്? അലവലാതി. 6 മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചത്തു. ഇരവി രാമൻപിള്ള കോൺട്രാക്ട് എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു. കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു. ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി. പിള്ളയുടെയും ചതിയൻ ചന്തുപ്പണിക്കയുടെയും ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക. എന്റെ പോയിന്റ് മനസ്സിലായോ? കുഞ്ഞിരാമൻ പറ്റ ₹1.85. ഒരു അജ്ഞാത സുഹൃത്ത്. അപ്പൊ അതാണ് കാര്യമല്ലേ? നുണ, ശുദ്ധ നുണ. ഇതാ ചായക്കടക്കാരൻ എരപ്പാട് എഴുതി പിടിപ്പിച്ചതാ. ഇപ്പൊ എനിക്കും പിടികിട്ടി ഇതിന്റെ പൊരുള്. നിങ്ങളെ കെട്ടിയോളും ഓടിക്കയറി വന്ന തോമായും വീടിനെ പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എടോ പണിക്കരെ, ചതിക്കാനാരും താൻ എന്നെയും കൊണ്ടുവന്നല്ലേ? ദൈവദോഷം പറയല്ലേ പൗലോച്ച? പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ നാട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നാട്ടുകാര് അവന്മാര് വെറും നാറികളാ. പ്രത്യേകിച്ച് ആ ചായക്കടക്കാരൻ അയ്യപ്പൻ എമ്മ. താൻ ഒന്നും പറയണ്ടോ? വെറുതെ പെട്രോളിന്റെ കാശും കളഞ്ഞ് സമയവും മെനക്കെടുത്തി. താൻ അങ്ങോട്ട് വാ, തന്റെ മൂക്കടിച്ച് ഞാൻ പപ്പടമാക്കുന്നു. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം. മാറി നമുക്ക് മറ്റേ ഈ മുതലി അതും പോയി. നമുക്കപ്പോ മറ്റേ ചന്തു നിൽക്കുന്നു കാലമാടൻ. അയ്യോ, എന്നാൽ ഇത് ഇത്തിരി കട്ടിയാണേ. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ദേ ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ പുതുക്കോട് ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പ്രേതത്തിന്റെ കാര്യം പറയുന്നത് ദാസമാഷ് കേൾക്കണ്ട. ദാസന്മാസിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷെങ്കിൽ ദുനിയാവിന് ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ. ദാസന്മാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാണ് ദാസന്മാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാൽ പിരാന്ത് കൂടും. പോണോർന്ന് നിന്നോടല്ല, അയാളോടാ. എടോ, തനിക്ക് ദാസന്മാഷെ പറ്റി എന്തറിയാം? അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. മനസ്സിലായി. കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇരവിപ്പിള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപര വെളുക്കുമ്പോ കേറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ. ഭാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ കുപ്പി കണ്ടില്ല എന്ന്. അടുക്കളയിൽ നിന്ന് ഇച്ചിരി എടുത്ത് കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ. ഇഡ്ഡലി എടുത്ത് വെക്കേ. എന്ത് ചെയ്യും? പാല്. പാലേ. ഒരു 5 ഇഡലിയും കൂടി എടുത്ത് വയ്യടി.
3 ഇഡലി കൂടുതൽ ദാസ് മാസ്റ്റർ കഴിക്കില്ല അച്ഛാ. മിടുക്കി കള്ളി വെള്ളം ചേർക്കാത്ത പാലാ. ഹലോ, ഗിയർ ഒന്ന് മാറ്റി സ്പീഡൊന്ന് കുറയ്ക്കണം. ഹലോ സേതുഭായി, നമ്മളോട് തന്നെ. അല്ല സിസ്റ്ററെ, കോളേജിൽ നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി വരാമെന്ന് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? ഇനി അഥവാ ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞത്. ഇതൊരുമാതിരി മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാടാണ് കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ മിണ്ടി, നമ്മളോട് സേതുഭായി സംസാരിക്കില്ല, നീയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സംസാരിക്കും, പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്ന ഒന്നും വിട്ടു പറയത്തില്ല. അല്ല സേതു, ഞങ്ങൾ ഇങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശ് മുടക്കി നേരവും മെനക്കെടുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ, ഒരു കപ്പ് ചായ വരെ ആവട്ടെ. കുടിക്കാൻ ചായ അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പറഞ്ഞ എന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പിടി കിട്ടിയില്ല. പൊടി കിട്ടും, നേരം കളയണ്ട. വൈകിയാൽ കള്ളുഷാപ്പിൽ തിരക്ക് കൂടും. കള്ളുഷാപ്പോ ഞങ്ങളായിട്ടുള്ള ബന്ധം അല്ലേ? ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്തു. ഞങ്ങൾ ആരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നീക്കങ്ങൾ കൊച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി. നല്ല കായ്ഫലം ഉണ്ടല്ലേ? ഓല പഴുത്തിരിക്കുന്നു, ചിലപ്പോ തലേ വീഴും. ലേലം തുടങ്ങട്ടെ? തുടങ്ങാൻ പോകട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക, ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോ. തന്റെ സംഭവം വേണമല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കടുണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ? ഇവിടെ ഒന്ന് വായി നോക്കണം. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ, വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,25,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം ഒരു തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3 ലക്ഷത്തി 1 രൂപ. 3 ലക്ഷത്തി 1. വീട്ടിൽ പോയില്ലേ, ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി. കൂടുതൽ വിളിച്ചവനെ വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലെ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന, ഞാനും ലേലം കൂടാൻ തന്നെ വന്നത്. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങുന്ന കഴുത്തിന് പിടിച്ച് പുറത്തു കൊള്ളണം. പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേച്ച കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന് നീ എന്നെ സഹിക്കുന്നോ? എടാ, നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ? കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം പണിത് നീ കാശുണ്ടാക്കിയപ്പോ നിനക്കെന്നോട് പുച്ഛമല്ല തെണ്ടി. നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ടുപോയി നക്കി തിന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മറ്റേ ബാക്കി പ്രസംഗം. എടാ, നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നാ കയറ്റിക്കൊണ്ടു വല്ല സന്മനസ്സനെ കൊണ്ടുപോയടാ എരപ്പേ. നീ പോടാ തെണ്ടി. തെണ്ടി നിന്റെ തന്താ Thank you.
ചാടും നടുപ്പൊടി കൊള്ളട്ടെ. നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി കുറെ നാളായി ഞാൻ അവനിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. ഇറങ്ങിയടി. എന്റെ ഞാനുവരത്തി ഒന്ന് കാണേണ്ട പേരുടെ അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ അതെന്റെ ഏത് കൈയാണെന്ന് അറിയാമോ? എന്റെ ഈ വലത്തെ കൈ. കൈ പോയി. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു, അതെ. ഒരു കിഴവി പെമ്പുറന്നവരുടെ കൂടെ അല്ലയോ പയറ്റ് പഠിച്ചത്? കഴിവിടെടുത്ത് പഠിച്ചോണ്ട് വന്നു. ഹോ, ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. ചേട്ടാ പോലീസ് എവിടെ? പോലീസ് ആരാ ചായക്കടക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി എവിടെ എല്ലാവരും? അയ്യോ അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ? എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോന്നതാണ്. എവിടെ അങ്ങോട്ട്. അയ്യപ്പൻ ചേട്ടോ? ഇയാളൊരു തല്ലകാര്യത്തിന് വിളിച്ചാ കാണുകയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ മൂത്രപ്പഴ, ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ ഇവൻ എവിടെ പോയി? അയ്യോ ഇത് ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ടിം ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. എനിക്കവിടെ ആ പുല്ലിങ് തന്നെ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെ അല്ല. അയ്യോ എന്നെ പിടിക്കാനൊക്കെ നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സ്വാമിയാണ്. സത്യം ഞാനല്ല അയ്യപ്പൻ. മാഷൊന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ വല്ല അടിയൊടിയൊറ്റ കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം 2 പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതണ്ട്, പിശാശുണ്ട്, ചാത്തനുണ്ട്. മാഷെ ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7-8 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ, എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി.
അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. ആ. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ഓ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10 100 വർഷം കൊണ്ട് 5 10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. ഉം. ആ അങ്ങനെ കടമായിട്ട് ഛേ, എന്തോന്ന് കടം മാഷേ. അവകാശം പൂർണ്ണമായി മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള ഈ ദാസം മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി.